ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ഫസ്റ്റ് ഡേ ഓഫ് യൂണിവേഴ്സിറ്റി. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നൊക്കെ ഇഗ്നോർ ചെയ്യാണ്ട് ഇതൊക്കെ എൻ്റെ എക്സ് റൂംമേറ്റ്സ് ചെയ്തതാണ്. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഈ ഒരു കോഡ് സെറ്റ് ഇത് ആക്ച്വലി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 3 months ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിടുന്നത്. അങ്ങനെ റെഡിയാലൊക്കെ കഴിഞ്ഞു. ഈ ബാഗ് ഉണ്ടല്ലോ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ജസ്റ്റ് 187 rupees അങ്ങനെ എന്തോ മേടിച്ചിട്ടുള്ളൂ. ആൻഡ് ദ ക്വാളിറ്റി വാസ് ഗുഡ്. പിന്നെ ലുക്കാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നേ. ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോളേജ് വെയർ, ഓഫീസ് വെയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 weeks ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാട്ടോ പോകുന്നത്. എനിക്ക് ഇപ്പോഴും പോകാൻ ആക്ച്വലി മടിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി, കാരണം പഠിക്കണമല്ലോ. ബസ് ഇറങ്ങി ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ആ ഒരു കയറ്റം കയറുമ്പോൾ ക്ഷീണിക്കും. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസ്. ഞാനിവിടെ MSWDS ആണ് ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് വിത്ത് ഡിസബിലിറ്റി സ്റ്റഡീസ്. ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് 2 hours ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ ലൈബ്രറിയിലേക്ക് വന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി. അവിടെ ഉണ്ടായിരുന്ന മാമിനോട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ബുക്ക് ചോദിച്ചപ്പോൾ അവിടെ നിന്നൊരു വലിയൊരു ബുക്ക് എടുത്ത് തന്നു. ഈ ഇരിപ്പ് നിങ്ങളിരിക്കുന്ന കാണുമ്പോൾ വിചാരിക്കും, ഓ പഠിക്കുന്ന കുട്ടി. പക്ഷേ മൈ ഇന്നർ വോയിസ്, ഈശ്വര ഇതിപ്പം ഞാൻ എവിടുന്നാ തുടങ്ങുക, എന്താ പഠിക്കുക, അങ്ങനെയായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. സിലബസ് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ അവിടെ ഇരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്ന് റെഫർ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു. ഇത് ഹോസ്റ്റലിൽ നിന്ന് കൊടുന്നതായിരുന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2 hours ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയ ടൈമിൽ യൂണിവേഴ്സിറ്റിയിൽ സ്ട്രൈക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രണ്ടിൽ സ്ട്രൈക്ക് നടക്കുന്നിടത്തേക്ക് പോയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോളേജിലൊക്കെ സ്ട്രൈക്ക് നടക്കുന്ന കാണുന്നത്. കാരണം ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന കോളേജിൽ ഇങ്ങനെ സ്ട്രൈക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഫുൾ മീഡിയക്കാരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്തി. ഹോസ്റ്റലിൽ നല്ല ചായ, പഴംപൊരിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.